CPM സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് പുനലൂരിൽ തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയിലെ 5 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ വില്ലേജ് ഓഫീസാണ് ഉപരോധിക്കുന്നത്. ഉപരോധ സമരം 25 വരെ തുടരും. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷയും എല്ലാ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും ഉറപ്പുവരുത്തുക, കുടിവെള്ളം വിൽപ്പന ചരക്കാക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. യോഗത്തിന് ഏരിയ കമ്മിറ്റി അംഗം S. ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം S. രാജേന്ദ്രൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകെയുള്ള സർക്കാർ ഓഫീസുകൾ തുടർച്ചയായി 6 ദിവസം ഉപരോധിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു സമരത്തിന് പാർട്ടി ആഹ്വാനം ചെയ്തു. ഈ പ്രക്ഷോഭ സമരങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, കഴിഞ്ഞ 10 ദിവസങ്ങളോളം കാലം നമ്മുടെ സംസ്ഥാനത്തിൽ വിവിധ ഏരിയകളിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. 67 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ ഭരണം ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾക്ക് ഭക്ഷണവും പട്ടിണിയില്ലാത്ത ജീവിതവും ഉറപ്പുവരുത്തുന്നതിനല്ല സഹായിച്ചത്, മറിച്ച് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും പട്ടിണിക്കാരാക്കി മാറ്റാനാണ് കേന്ദ്ര ഭരണാധികാരികളും സംസ്ഥാന ഭരണാധികാരികളും ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ, ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപിള്ള, അഞ്ചൽ ഏരിയ സെക്രട്ടറി K. ബാബു പണിക്കർ, പത്തനാപുരം ഏരിയ സെക്രട്ടറി B. അജയകുമാർ, അഡ്വക്കേറ്റ് PS. ചെറിയാൻ, R. ശ്രീനിവാസൻ, KA. ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.